ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെങ്ങനെ ഈസി ആയിട്ട് ഇതുപോലൊരു ഫ്ലവർ നൈൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് 60-70 രൂപയൊക്കെ കൊടുക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കളയുന്ന 2 സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരൊറ്റ മിനിറ്റിൽ ഒരൊറ്റ രൂപ പോലും ചിലവില്ലാണ്ട് ഈ ഒരു ഫ്ലവർ നൈൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറന്നു വേണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലുള്ളൊരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു കുപ്പിയുടെ അടപ്പാണ്. നിങ്ങൾക്ക് ഏത് കുപ്പിയുടെ അടപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് വലിയ വലിയ റോസസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു അടപ്പെടുത്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുള്ള വാട്ടർ ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും ഒരു കനം കുറഞ്ഞിട്ടുള്ള ഒരു അടപ്പ് എടുക്കുക. ഈ അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ നൈലിൻ്റെ മേലെ ഭാഗം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് താഴെ ഭാഗം പിടിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ലോലിപോപ്പിൻ്റെ ഒരു സ്റ്റിക്കാണ്. ഇത് കുട്ടികളൊക്കെ കഴിക്കുന്നത് അതിൻ്റെ കോല് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒഴിവാക്കിയിട്ട ഒരെണ്ണം കയ്യിലുണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ നൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്ത 2 സാധനങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ ചൂടാക്കിയിട്ട് എടുക്കണം. തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിന്മേലൊരു ചെറിയ തീ വരുന്ന സമയത്ത്, അതായത് അത്യാവശ്യം ഒന്ന് മെൽറ്റായി തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇതേപോലെ അടുപ്പിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. നമ്മൾ പ്രസ് ചെയ്യുന്ന അതേ സമയം തന്നെ വലിച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഊരി വരും. പക്ഷേ അത് നമ്മൾ പ്രസ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ നല്ല ഉറപ്പിൽ അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആക്കിയ സമയത്ത് ശരിക്കും ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ചും കൂടെ അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുകയും നമ്മൾ വലിച്ചൂരേണ്ട ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ അത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. 2-3 സെക്കൻഡിനുള്ളിൽ അതവിടെ സെറ്റാവും. അതുവരെ നമ്മളൊന്ന് കാത്തു നിന്നാൽ മതി. നമ്മൾ ഒട്ടിക്കുന്ന അതേ സമയം തന്നെ വലിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു വരും. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ ആ ഒരു ചൂട് പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നാൽ കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഫ്ലവർ നൈലൊക്കെ പിടിക്കുന്ന അതേ ഒരു വെയിറ്റ് തന്നെയാണ് കേട്ടോ ഇതിനും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ അടപ്പ് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു വാട്ടർ ബോട്ടിലിൻ്റെയോ അല്ലെങ്കിൽ RKG അങ്ങനെയുള്ള നെയ്യിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ സാധാരണ റോസസ് വരയ്ക്കാറുള്ളത് അതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ റോസസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളൊരു വീഡിയോ ഞാനതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫ്ലവർ നൈൽ. അപ്പോൾ ആരും ഇനി ഇത് കടയിൽ പോയി വാങ്ങിക്കേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്.